പാട്ടോ. പാലക്കാട് ക്രിസ്മസ് ആഘോഷം തടഞ്ഞതിന് പിന്നിൽ അടുത്ത കാലത്ത് BJP വിട്ടവരെന്ന് സുരേന്ദ്രൻ. ദൈവമേ, ഇനി ഞാനാണോ ആ പോൾ ബാർബർ? ചോദിക്കുന്നത് സന്ദീപ് വാര്യറാണ്. അതായത് കഴിഞ്ഞ ദിവസം പാലക്കാട് ക്രിസ്മസ് കരോൾ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് BJPയുടെ അല്ല RSSന്റെ സംഘടനയാണ്, ഉപസംഘടനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അടുത്ത കാലത്ത് BJP വിട്ടുപോയവരാണ് ഈ കൊട്ടേഷന് പിന്നിൽ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ സന്ദീപ് വാര്യരെ കോൺഗ്രസ് പല സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്തൊക്കെ വിളിച്ചു വരുത്തിയെങ്കിലും ചാനൽ ചർച്ചകളിൽ പോലും സന്ദീപ് വാര്യരെ ഇരുത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ സന്ദീപ് വാര്യർക്ക് എവിടെ ആയാലും ജീവിച്ചിരിപ്പുണ്ടെന്നൊന്ന് കാണിക്കണം. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഒരു 2 ദിവസം കൊണ്ട് തുടർച്ചയായി പോസ്റ്റ് ഇടുകയാണ് സന്ദീപ് വാര്യർ. ചിലർ അതെടുത്ത് വാർത്തയാക്കി. ഇന്നലെ സന്ദീപ് വാര്യർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സുരേന്ദ്രന് നേരെ തന്നെയാണ് ഇത്തവണയും സന്ദീപിൻ്റെ പടയൊരുക്കം എന്ന് പറയുന്നത്. എന്താ പറയാനുള്ളത്? ഈ കാര്യത്തിൽ പ്രതികരണം പറയുന്നതിന് മുമ്പ് സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇന്നലെ മുതൽ മാതൃഭൂമിയുടെ ചർച്ചയിൽ പങ്കെടുത്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു, കാരണം ഇനി മുതൽ അങ്ങോട്ട് കോൺഗ്രസ് പ്രതിനിധിയായിട്ട് തന്നെ എല്ലാ ചാനൽ ചർച്ചയിലും പങ്കെടുക്കാനുള്ള ഒരു പെർമിഷൻ സന്ദീപ് വാര്യർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രതിനിധി വേറെ ആയിട്ട് സന്ദീപ് വാര്യറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഇനി ചർച്ചയിൽ അദ്ദേഹം ഉണ്ടാവുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, പാലക്കാട്ടെ നല്ലേപ്പള്ളി ഗവൺമെൻറ് സ്കൂളിലെ കരോളുമായി ബന്ധപ്പെട്ട, അതായത് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിനകത്ത് സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത്? സുരേന്ദ്രൻ പറഞ്ഞത് ഈ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയതിൽ സംഘപരിവാറുമായി പുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾ ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അല്ലെങ്കിൽ എന്താണ്, ഈ BJPയുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല. അത്തരത്തിലുള്ള ആളുകളൊന്നും തന്നെ BJPയിൽ കാണില്ല. വയനാട് ഒരു വലിയ സമരം നടക്കുന്നു. ഈ പറയുന്ന ആന ചവിട്ടിക്കൊന്ന സമയത്ത് ഒരു വലിയ സമരം നടന്നിരുന്നു. ആ സമരം നടന്നപ്പോൾ അതിന് ഈ ഫോറസ്റ്റിൻ്റെ വനം വകുപ്പിൻ്റെ വണ്ടി നടു റോഡിൽ തടഞ്ഞ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഇറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവിടെ ബ്ലോക്ക് ചെയ്ത് കയറ് കൊണ്ടൊക്കെ വരിഞ്ഞ് കെട്ടി അവിടെ പശുവിനെ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കെട്ടി പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ അത് ഒരു വലിയ വിധത്തിൽ അതൊരു പ്രതിഷേധത്തിനൊക്കെ കാരണമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള, നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യാമോ എന്നൊക്കെയായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ അന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന മധു അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യൻ പാതിരിമാരാണ്, അവർ ഗുണ്ടകളാണ് എന്നുള്ള തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹത്തെ അന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും അത് ബഹുമാനപ്പെട്ട സഭയുടെ സഭാ അധ്യക്ഷന്മാരും പിതാക്കന്മാരുമൊക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നും അയാളെ പുറത്താക്കിയതിന് ശേഷം 6 മാസം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ക്രിസ്ത്യാനികളെ അപമാനിച്ച ഒരു മനുഷ്യനെ കോൺഗ്രസ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നുവെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഇവിടെ സംഭവിച്ച വിഷയത്തിൽ നല്ലേപ്പള്ളി സംഭവിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുണ്ട്. അതിൽ കൃത്യമായ പോലീസ് അന്വേഷണം നടക്കണം. എന്നിട്ട് എന്തിനാണ് ഇവരിതിങ്ങനെ ചെയ്തത് എന്ന് കൃത്യമായി പറയണമെന്ന് സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഈ അടുത്ത് BJP വിട്ടുപോയ ചില ആളുകളുടെ ഗൂഢാലോചനയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ആലോചിക്കണം, അങ്ങനെ സംശയമുണ്ട് എന്ന്. അത് തീർച്ചയായിട്ടും സന്ദീപ് വാര്യറിലേക്ക് ഒരു ഒളിയമ്പെയ്തതാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. കാരണം ഈ അടുത്ത് പാലക്കാട് നിന്നും വിട്ടുപോയത് BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സന്ദീപ് വാര്യറാണല്ലോ. അപ്പോൾ അതിൻ്റെ മറുപടി ആയിട്ടാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത്. അതായത് ഇനി ഞാനാണോ ആ പോൾ ബാർബർ എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നല്ലേപ്പള്ളിയിൽ സംഭവിച്ച കാര്യം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകരാണ് എന്ന് പറയുന്നു, BJPയുടെ മുൻ പ്രവർത്തകരാണ് എന്ന് പറയുന്നു. അവിടെ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്. കുട്ടികളെ ഈ പറയുന്ന പാപ്പാഞ്ഞിയുടെ വേഷമൊക്കെ കെട്ടിച്ച് ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുന്നു. അങ്ങനെ ഒരു ആഘോഷം നടക്കുന്നിടത്തേക്ക് പോയിട്ട് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി മാത്രമേ നടത്താൻ പാടുള്ളൂ, ഇവിടെ ഈ ക്രിസ്മസ് ആഘോഷവും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒരു അടിച്ച് അമർത്താനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ശുദ്ധ തോന്നിവാസമാണ്. ആരായാലും അത് ശുദ്ധ തോന്നിവാസമാണ്. കാരണം BJP കേരളത്തിനകത്ത് ക്രിസ്ത്യൻ സഭയുമായി ബന്ധപ്പെട്ടൊക്കെ ക്രിസ്ത്യാനികളുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു ഐക്യപ്പെടലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരെ ഒന്ന് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഐക്യപ്പെടലിൻ്റെയും അടുപ്പിക്കലിൻ്റെയും ഒക്കെ ആവശ്യം BJPക്ക് ഉണ്ട് എങ്കിൽ പോലും അതിനേക്കാളേറെ ആവശ്യം ക്രിസ്ത്യാനികൾക്കാണ്. കാരണം ഇന്ന് വഖഫിൻ്റെ വിഷയം കൃത്യമായി വന്നു. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും സംഭവിക്കുന്ന വിഷയങ്ങൾ ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അമിതമായ പ്രീണന നയങ്ങൾ കാണുന്നു. അങ്ങനെ പല വിഷയങ്ങളുടെ പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് വരുന്നു എന്ന് കാണുന്ന സമയത്ത് ഏതെങ്കിലും 2 or 3
ആളുകൾ ചെന്നുകൊണ്ട് VHPയുടെയോ അല്ലെങ്കിൽ BJPയുടെയോ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇവർ BJPയുടെ ആളുകളാണോ അല്ലയോ എന്നൊക്കെ രണ്ടാമത്തത്. ഇത്തരം പ്രവണതകളെ കൃത്യമായി എതിർക്കേണ്ടതുണ്ട്. ഇത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ശക്തമായ വർഗീയ ചിന്തയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ സംസ്കാരത്തെയും നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഇവിടെ അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. ഒരു ആൾ ഈ അടുത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. നമ്മൾക്ക് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു അയ്യപ്പനെ ഒരു അള്ളാഹുവിനെയും ഒരു യേശുവിനെയും കൂടെ നമ്മുടെ ധർമ്മത്തിലേക്ക് സ്വീകരിച്ച് അവരെ കൂടെ ദൈവമായിട്ട് കാണാനൊന്നും യാതൊരു പ്രയാസവുമില്ല. നമ്മൾ ഓരോ മനുഷ്യനെയും ദൈവമായിട്ട് കാണുന്ന ആൾക്കാരാണ്. പിന്നെയാണോ ഇത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്. അവിടെ ഓരോ മതങ്ങൾക്കും അവരുടേതായ ആശയപ്രചരണം നടത്താനും അവരുടെ ആചാരങ്ങൾ കൊണ്ടുപോകാനും, പിന്നെ നമ്മുടെ കേരളത്തിൽ എന്താണ് ഓണവും വിഷുവും പെരുന്നാളും ഈ പറയുന്ന ക്രിസ്മസും ഒക്കെ നമ്മുടെ ആഘോഷമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അമ്പലങ്ങളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ധന്യ പള്ളിയിൽ പോകാറുണ്ടായിരിക്കും. ഞാനും അതുപോലെ തന്നെയാണ്. പള്ളിയിൽ പോയി അവിടെ പോയി ഇരുന്ന് മെഴുകുതിരി പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങളിലും പള്ളിയിലും ഒക്കെ പോയി ദൈവത്തിൻ്റെ അന്തസത്തയെ മനസ്സിലാക്കി ആ ആത്മീയ തത്വം എന്താണ്, ആ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ വർഗീയത വരില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? കൃത്യമായ ഒരു വർഗീയത പുറത്ത്, അത് BJPയുടെ മുകളിൽ വരെ ചാപ്പയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ. അപ്പോൾ അത്തരം ചാപ്പയടികളെ ഇല്ലാതാക്കണമെങ്കിൽ അത് BJP തന്നെ വിചാരിക്കേണ്ടതുണ്ട്. ഇവിടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലാണ്. സന്ദീപ് വാര്യർ വളരെ കൃത്യമായി പറയുന്നു, മുൻ BJPയുടെ പ്രവർത്തകരാണിവർ. ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി കേക്കുമായിട്ട് നേരെ ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് പോകും. തെറ്റിദ്ധാരണയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യം വേണോ? ഇതൊരു വലിയ ആയുധമാക്കിയെടുത്തില്ലേ. ഇന്നലെ പാലക്കാട് എന്നുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ DYFIയുടെ സമരം വരുന്നു, പ്രതിഷേധ കരകൾ വരികയാണ്. തിരുച്ചിപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ കരകൾ വരുന്നു. എന്നിട്ട് അവർ പരസ്പരം എന്ത് ചെയ്തു? മധുരം കൈമാറി. അതായത് രണ്ട് ശത്രു പൊളിറ്റിക്കൽ സംഘടനകളാണ് ചേർന്നുകൊണ്ട് പിന്നെ മധുരം കൈമാറുകയാണ്. എന്നിട്ട് അവർ അതിലൂടെ പറയുന്നു, മാനവികതയാണ് ഞങ്ങൾ ഉയർത്തുന്നത്, സ്നേഹമാണ് ഉയർത്തുന്നത്, ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുകൾ, വർഗീയ നിലപാടുകൾക്കുള്ളവർക്കെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഒറ്റപ്പെട്ടു പോയില്ലേ BJP അവിടെ? എന്താ സംഭവിക്കുക? അവിടെ കൃത്യമായി BJP തള്ളിപ്പറയുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തിയിട്ട് അതിനേക്കാൾ ഒരു ഒരു ഐക്യപ്പെടലുകൾ ആരോടുണ്ടാവണം? ഈ പറയുന്ന മതനിരപേക്ഷ സമൂഹത്തോടു കൂടി ഉണ്ടാവണം. കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് തന്നെയാണ് വേണ്ടത് എന്ന് കരുതിയിട്ട് ഇസ്ലാമികപരമായ തീവ്രവാദത്തെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ തീവ്രവാദത്തെയോ ഒന്നും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. അത് ഹിന്ദു തീവ്രവാദമായാലും ഏത് തീവ്രവാദത്തെയും അംഗീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവരവരുടെ ആചാരങ്ങളെ, അവരവരുടെ വിശ്വാസങ്ങളെ, അവരുടെ സങ്കല്പങ്ങളെയൊക്കെ മാറ്റി ഈ സ്കൂളിൽ ഞങ്ങൾ പറയുന്നത് മാത്രമേ നടക്കൂ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഇനി അതൊന്നും പോരാഞ്ഞിട്ട് ഇതിൻ്റെ പിന്നിൽ സന്ദീപ് വാര്യറാണ് എന്നുള്ള നിലയ്ക്കൊരു കാരണം. ഇതും സന്ദീപ് വാര്യറിന് ഒരു മൈലേജായി. കൃത്യമായി സന്ദീപിൻ്റെ പോസ്റ്റ് വന്നതോടുകൂടി ഇതിൻ്റെ പിന്നിലും ഞാനാണോ ആ പോൾ ബാർബർ എന്ന് ചോദിച്ചതോടുകൂടി സുരേന്ദ്രന് തൃപ്തിയായി കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്വയം ചോദിച്ച് സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് BJP എന്നാണ്. കാരണം തങ്ങളിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാം. ഇവരെ പുറത്താക്കിയിട്ടുണ്ട്, ഇവരോട് യാതൊരു യോജിപ്പുമില്ല, മധുവിനെ പുറത്താക്കിയിട്ടുണ്ട്, ഇവരോട് യാതൊരു യോജിപ്പുമില്ല, ഇവരുടെ ഒരു കാര്യങ്ങളോടും ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ സുരേന്ദ്രൻ്റെ നിലപാട് വളരെ പ്രശംസനീയമാണ്. അതാണ് ഒരു നേതാവ് സ്വീകരിക്കേണ്ടത്. പക്ഷെ അതിന് മറുപുറത്ത് കൊട്ടുമ്പോൾ തിരിച്ചടി അതിലും വലുതായിരിക്കും എന്നുള്ള ചില സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു കാര്യം പോകുന്നില്ല. അത് BJP തന്നെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സന്ദീപ് വാര്യർ പലപ്പോഴും ഒളിയമ്പുകൾ എയ്യുന്നത് സുരേന്ദ്രൻ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് നടന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. ഇത്രയൊക്കെ വർഗീയത കാണിച്ചിട്ട് എന്തിനാണ് ഇവർ കേക്കുമായി ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം. ഇത് വരും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും CPM ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ഒരു ബിഷപ്പ് തന്നെ പറഞ്ഞിരിക്കുന്നു, നരേന്ദ്രമോദി ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ BJPയുടെ ആയാലും RSSന്റെ ആയാലും ഉപസംഘടനകൾ അവരെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അവരെ അകറ്റുന്നു. അത്തരം സമീപനങ്ങളോട് യോജിക്കാൻ കഴിയില്ല. അതിന് മലയാളത്തിലൊരു വാക്കുണ്ടല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് വേറെയാണ്. അത് പബ്ലിക്കായിട്ട് ഞാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് BJPക്കാർ ന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് കേരളത്തിൽ
BJPക്ക് ഒരു എന്താ പറയുക ഒരു വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ചില ആളുകൾ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി അവരുടെ ശക്തി തന്നെ കുറയ്ക്കാനായി അല്ലെങ്കിൽ ആ സ്വാധീനം തന്നെ ഇല്ലാതാക്കാനായി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതൊന്നുകൂടി സന്ദീപ് വാര്യർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു വീണ്ടും BJPക്കാർക്ക് എന്നുള്ളതാണ്. സ്വയം തെറ്റ് തിരുത്തേണ്ടിടത്ത് സന്ദീപ് വാര്യരുടെ മുകളിലോട്ട് കയറാൻ പോയിട്ട് കാര്യമില്ല. അവനവന്റെ കണ്ണിലെ കരട് എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തിരിയാൻ പോകുന്നതായിരിക്കും നല്ലത്.